തിയോഫനി ഗെയിം ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. ആ സർവേശ്വരന്റെ എല്ലാ നന്മകളും നമ്മളുടെ ഇടയിൽ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തിയോഫനി ഗെയിം ഷോയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ടീം അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഫോർട്ട് കൊച്ചി സാന്റാക്രൂസ് കത്തീഡ്രൽ ബസീലിക്കയിൽ നിന്നും വരുന്ന ഇമ്മാനുവൽ ക്രിസ്റ്റി ആൻഡ് ഇവാനിയ ഫ്രാൻസിസ്, നമുക്ക് ടീം എയെ നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ടീം ബി പുതുക്കാട് സെന്റ് ആന്റണീസ് ചർച്ചിൽ നിന്നും വരുന്ന ക്രിസന്റോ പോൾ ആൻഡ് ജോയൽ ജോസ്, നമുക്ക് കൈയടിച്ച് നമ്മുടെ ഇവരെ ഈ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. ടീം സി ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് ചർച്ച് തുറവങ്കുന്നിൽ നിന്നും വരുന്ന കെവിൻ ഷാജി ജോസ് ആൻഡ് ഏഞ്ചൽ ചേർപ്പണസ്, നമുക്ക് അവരെ കൈയടിച്ച് നമ്മുടെ ഈ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇവാനിയ, ഇമ്മാനുവൽ, ക്രിസന്റോ അല്ലെ? ക്രിസന്റോ, ജോയൽ, ഏഞ്ചൽ ആൻഡ് കെവിൻ. എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഒരുക്കങ്ങള് നമ്മൾ ഈ തിയോഫനി ഗെയിം ഷോയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയത്? ഇവാനിയ? ഞങ്ങൾ ബൈബിൾ വായിച്ചു, പിന്നെ കുറച്ച് വചനങ്ങളൊക്കെ പഠിച്ചു. രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പഠിച്ചത്? ആണോ? ഇമ്മാനുവലെ, ഏതാണ് അവസാനം വായിച്ച വചനം? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. കരുണ ലഭിക്കും. ഏത് വാചകമാണ്? ഏത് സുവിശേഷമാണ്? സുവിശേഷമാണ് അല്ലേ? പറയും. സുവിശേഷം 5-ാം അധ്യായം. അത് ആ ഭാഗത്തിന് ഒരു എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ പറയുന്നത്? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ അല്ലെ? അതിനെന്താ പറയുന്നത്? സുവിശേഷ ഭാഗ്യങ്ങൾ എന്നാണ് പറയുന്നത് അല്ലെ? സുവിശേഷത്തിലൂടെ ഭാഗ്യങ്ങൾ. നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാണോ? ക്രിസന്റോ, എന്താണ് ആത്മാവിൽ ദരിദ്രത? അറിയോ? ദൈവത്തെ മാത്രം ആശ്രയിച്ച് ഭൗതിക സമ്പത്തുകളിലും ഒന്നും ആശ്രയിക്കാതെ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതാണ് ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുന്നത്. ആണോ? ആരാ പഠിപ്പിച്ചത് ഈ സംഭവം? വായിച്ചിട്ടുണ്ട്. ആണോ? ദൈവത്തിന്റെ സമ്പാദ്യത്തെ അല്ലെ, നശിക്കാത്ത അല്ലെ, സ്വർഗത്തിലും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് കൂട്ടിവെക്കാൻ പറ്റുന്ന ഒരു സമ്പാദ്യമാണ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിനോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത്. നന്മകൾ ചെയ്യുമ്പോഴാണ് എന്ത് കൂടുന്നത്? ആ സമ്പാദ്യം കൂടുന്നത്. ആണോ? അല്ലെ? പ്രാർത്ഥന മാത്രം പോരാ, നന്മകൾ ചെയ്യും കൂടെ. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അല്ലെ, നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നന്മയൊക്കെ ചെയ്യുമ്പോൾ. നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? ഇതിലെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ ഗെയിംസ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്തപ്പോ സമ്മാനം അടിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അല്ലെ? അതെ. ആണോ? അതെ. ആണോ? അതെ. ഓക്കെ. കൊച്ചിക്കാരടിച്ചു മാറ്റോ, ഇരിഞ്ഞാലക്കുടക്കാർ കൊണ്ടുപോകോ, പുതുക്കാടുകാർ കൊണ്ടുപോകും? നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമ്മളെ ഈ എപ്പിസോഡിലെ തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ നമ്മളുടെ ഫസ്റ്റ് ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 1. ലെവൽ 1 വളരെ സിമ്പിളാണ്. നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ 6 ഗെയിമുകളാണ് നമ്മളുടെ ഓരോ എപ്പിസോഡിലും നമ്മൾ ഉപയോഗിക്കുന്നത്. പല ഡിഫറെന്റ് ടൈപ്പിലുള്ള ഗെയിമുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എല്ലാം വളരെ സിമ്പിളാണ്. എന്തിനാണ് നമ്മൾ ഈ ഗെയിമുകളൊക്കെ ഉപയോഗിക്കുന്നത്? ബൈബിള് കൂടുതൽ പഠിക്കാനാണ്. ബൈബിളിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ അല്ലെ? കുറച്ചും കൂടുതൽ അറിയാനായിട്ട്. എന്തിനാ ബൈബിളിനെ കുറിച്ച് കൂടുതൽ അറിയണം? എന്തിനാ? ദൈവത്തിലേക്ക് അടുക്കാനും. ദൈവത്തിന്റെ വചനമാണ് അല്ലെ ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിളിനെ കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ ദൈവത്തിലേക്ക് കുറച്ചും കൂടെ നമുക്ക് അടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഫൈൻ. നമ്മളെ നമ്മുടെ ലെവലില് ആദ്യത്തെ ഗെയിമിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഗെയിം ക്ലൂ റൗണ്ടാണ്. എന്താണ്? ക്ലൂ റൗണ്ട്. നമ്മൾ ഈ ക്ലൂ റൗണ്ടില് 5 ക്ലൂസ് നിങ്ങൾക്ക് തരും.
നിങ്ങൾക്ക് ആദ്യത്തെ ക്ലൂ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കഥാപാത്രത്തെയോ അല്ലെങ്കിൽ ഈ ആളെയോ അല്ലെങ്കിൽ ഈ സ്ഥലത്തെയോ ഈ സംഭവത്തെയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് കൈകൾ പൊക്കാം, ഉത്തരം പറയാം. ഈ ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പോയിന്റ് കിട്ടും. 5 ക്ലൂസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഈ 5 ക്ലൂസിൽ നിങ്ങൾ ഈ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിലെ ടാസ്ക്. അപ്പോൾ നമുക്ക് മനസ്സിലായ റിസന്റോ എന്തോ ആകെ ഒരു പുകമറ പോലെ ആണോ? മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഈ ക്ലൂ റൗണ്ടില് നമ്മൾ കടക്കാൻ പോവുകയാണ്. റെഡിയാണോ നിങ്ങൾ? ആർ യു റെഡി? ഓക്കെ, ഫൈൻ. ക്ലൂ റൗണ്ടിലെ ആദ്യത്തെ ക്ലൂ, ഞാൻ ഒരു സുവിശേഷം എഴുതിയിട്ടുണ്ട്. ഞാനൊരു സുവിശേഷം എഴുതിയിട്ടുണ്ട്. കിട്ടിയ? ആർക്കെങ്കിലും ആൻസേഴ്സ് കിട്ടിയ? നിങ്ങൾക്ക് മുമ്പിൽ 4 പേരുണ്ടല്ലേ സുവിശേഷം എഴുതിയിട്ടുള്ള 4 പേരും. ഓക്കെ, അടുത്ത ക്ലൂ ശ്രദ്ധിച്ചു കേൾക്കാം. പാത്മോസ് ദ്വീപിൽ വെച്ച് ഞാനൊരു ഗ്രന്ഥം രചിച്ചിരുന്നു. ഏഞ്ചലായിരുന്നു ഫസ്റ്റ് കൈ. ഏഞ്ചൽ ഉത്തരം കിട്ടി. പാത്മോസ് ദ്വീപിൽ വെച്ച് ഞാനൊരു ഗ്രന്ഥം രചിച്ചിരുന്നു. ഓക്കെ, ഉത്തരം ഒന്നുകൂടെ ഉറപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ നിങ്ങളുടെ ടീം അംഗങ്ങളോടൊന്ന് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഉറപ്പിച്ചു? ഉത്തരം കറക്റ്റ് ആണ്. എങ്കിൽ പറ. വിശുദ്ധ യോഹന്നാൻ. ഉറപ്പായിരുന്നോ? എന്താണോ അത് വിശുദ്ധ യോഹന്നാനാണ് എന്ന് ഉറപ്പ് പറയാൻ കാരണം എന്താണ്? വെളിപാടിന്റെ പുസ്തകം. ഞങ്ങള് ഇതിനു മുമ്പ് ഒരു ക്വിസ് പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ യോഹന്നാന്റെ പുസ്തകം കുറച്ച് പഠിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞങ്ങൾ പഠിച്ചതാണിത്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. നിങ്ങൾക്ക് ഈ ലെവല് വിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് എത്രയെന്ന് അറിയോ? 30. മതി? അത്രയും മതിയാ? കൂടുതലായാലും 30 മതിയാ? 30 കൊടുത്താൽ മതി അവർക്ക്. 50 പോയിന്റ് ആണ് നിങ്ങൾക്ക് ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. എന്താണ് വിശുദ്ധ യോഹന്നാൻ? ഏഞ്ചൽ പറ, എന്താണ് വിശുദ്ധ യോഹന്നാൻ? നിങ്ങളെ പഠിച്ചു അല്ലേ? വേറൊരു ക്വിസ് കോമ്പറ്റീഷൻ, അതായത് അതിന് പോയിട്ട് പ്രൈസ് കിട്ടിയാ? ഇല്ല, ഞങ്ങള് പ്രൈസ് കിട്ടിയില്ല. ഞങ്ങള് 5th പൊസിഷനിലേ വന്നുള്ളൂ. ആഹാ. എന്നിട്ട് വിശുദ്ധ യോഹന്നാനെ കുറിച്ചായിരുന്നു നിങ്ങൾ പഠിച്ചത്. എന്താണ് സ്പെഷ്യാലിറ്റി? ആ ക്യാരക്ടറിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? യേശുവിന്റെ ശ്രേഷ്ഠ ശിഷ്യനായിരുന്നു യോഹന്നാൻ. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു. പിന്നെ ഇത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ശിഷ്യൻ, പ്രേക്ഷക ശിഷ്യനായിരുന്നു. എന്താണ് ആളുടെ സ്പെഷ്യാലിറ്റി? ഏഞ്ചൽ എത്രയിലാണ് പഠിക്കുന്നത്? 9th. ഏത് സ്കൂളില്? ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇരിഞ്ഞാലക്കുട. ഡോൺ ബോസ്കോ സ്കൂളിലാണ്. അവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡന്റാ? ഇപ്പൊ 9th അല്ലേ? കെവിനാ? ഞാൻ 9th തന്നെ. ക്രൈസ്റ്റ് വിദ്യാനികേതൻ, ഇരിഞ്ഞാലക്കുട സ്കൂളിൽ തന്നെ. ഇത് മറ്റേ ക്രൈസ്റ്റ് കോളേജിന്റെ അവിടെ തന്നെയാണ് ഈ സ്കൂൾ ആണോ? ഓക്കെ. അപ്പോൾ ഈ വിശുദ്ധ യോഹന്നാൻ ഒരുപക്ഷെ യേശുവിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് യേശു അവസാനം കുരിശിൽ മരിക്കുന്നതിന് മുമ്പായിട്ട്, ഏറ്റവും മുമ്പായിട്ട് ചെയ്ത കാര്യം എന്തായിരുന്നു? ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ്. അതെ, സ്വന്തം അമ്മയെ ശിശുവിനെ ഏൽപ്പിച്ചു. കാരണം അത്രയും ഈശോയ്ക്ക് അമ്മമാരെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ അത്രയും അടുപ്പവും അത്രയും വിശ്വാസവുമുള്ള ആളായിരുന്നു അല്ലെ? യേശുവിന് അത്രയും വിശ്വാസമുള്ള ആളായിരുന്നു. ഈ യോഹന്നാന്റെ ഏത് സ്വഭാവമാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹം? ഈശോയോട് എപ്പോഴും ചാരി നിൽക്കുന്ന ആ സ്വഭാവം, ഈശോയോട് ചേർന്ന് നിൽക്കാൻ അല്ലെ? അതാണ്, ആ സ്വഭാവമാണ് വിശുദ്ധ യോഹന്നാനെ അല്ലെ? വിശുദ്ധ യോഹന്നാനിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. ഏഞ്ചലിന്. കെവിനും അങ്ങനെയാണ്. കെവിന് വലുതാവുമ്പോ ആരാകാനാണ് കെവിന് ആഗ്രഹം? ഇത് നിങ്ങൾക്ക് ഇവാനെ, ഇത് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു സ്ഥലമാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇത് കേൾക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ടിവിയിലൂടെ, ചാനലിലൂടെ പുറത്തുനിന്ന് കാണുന്നുണ്ട്. അപ്പൊ കെവിന്റെ ആഗ്രഹം പറയുമ്പോ ഈ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് പ്രാർത്ഥിക്കും. ഈ കാണുന്ന ഓഡിയൻസ് ഒക്കെ, എന്റെ ദൈവമേ, എന്താണ് കെവിന് ആരാകാനാണ് ആഗ്രഹം? ഒരു നല്ലൊരു വികാരിയച്ഛനാകാനാണ് ആഗ്രഹം അല്ലെ? അപ്പൊ കെവിന് വേണ്ടിയിട്ട് ഈ ഓഡിയൻസ് ഒക്കെ പ്രാർത്ഥിക്കും, ദൈവമേ
നല്ലൊരു തങ്കപ്പെട്ട ഒരു വികാരി അച്ഛനെ നീ വാർത്തെടുക്കണമേ. കെവിനിലൂടെ നല്ലൊരു വികാരി അച്ഛനെ ലഭിക്കാനായിട്ട് ഇടയാക്കട്ടെ. ഒത്തിരി നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, ഒത്തിരി ഈശോയിലേക്ക് നന്നായിട്ട് അടുപ്പിക്കുന്ന ഒരു വികാരി അച്ഛനായിട്ട് മാറാം. കെവിൻ അങ്ങനെ ഏഞ്ചലിനെ ആരാകാനാണ് ആഗ്രഹം? എനിക്ക് ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം. എന്തിനാണ് ഡോക്ടർ ആവണത്? പൈസ ഉണ്ടാക്കാനാണ്? പൈസ ഉണ്ടാക്കാനാണ്? അല്ലല്ല, നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവനം ചെയ്യണമെന്നാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. നിസ്വാർത്ഥമായിട്ട്. അപ്പൊ എവിടെ പോയിട്ട് സേവനം ചെയ്യും? ആഫ്രിക്കയിൽ പോകേണ്ടി വരും. അവിടെ പാവപ്പെട്ടവരുടെ ഇടയിൽ വിഷമിക്കുന്നവർ, അവിടേക്ക് ഡോക്ടേഴ്സിന് ഒത്തിരി ആവശ്യമുണ്ട്. നമ്മുടെ മിഷണറീസ് ഒക്കെ ഒത്തിരി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണ് പല മിഷൻ സെന്റേഴ്സ്, ഈ ആഫ്രിക്ക അതുപോലെ. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുക. അപ്പൊ ദൈവം പെട്ടെന്ന് ശരിയാക്കും. ദൈവത്തിനും പ്ലാൻ ഉണ്ടാവും. ദൈവത്തിനും ഇങ്ങനെ പോസ്റ്റുകളൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടാവും. അവിടെ മിഷൻ വേലയും നന്മയും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കൊച്ചിനെ, നല്ലൊരു ഡോക്ടറിനെ എനിക്ക് വിടണം. അപ്പൊ ഏഞ്ചലിനെ ആക്കിയെങ്കിലോ എന്ന് വിചാരിക്കുക. ഓക്കെ, ഫൈൻ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് അഗെയിൻ. നമ്മളുടെ അടുത്ത ലെവലിലേക്ക് പോയാലോ? അപ്പോൾ നിങ്ങൾ 50 പോയിന്റ് അടിച്ച് നിൽക്കുന്നതാണ്. സോ അടുത്ത ലെവലിലേക്ക് പോവാം. സിൻഡോ, ജോയലെ, ഇമാൻ, ഇവാനിയ, റെഡിയല്ലേ? നമുക്ക് കൂടുതൽ അടുത്തത് വിൻ ചെയ്യണം അല്ലേ? തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 2. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിനടുത്തേക്ക് വരാം. ടേബിളിൽ ഒരു പിക്ചർ, ഒരുപക്ഷെ ഒരു കഥാപാത്രത്തിന്റെയോ ഒരു സംഭവത്തിന്റെയോ, ബൈബിളിൽ സംഭവിച്ച ഒരു സംഭവത്തിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ എന്തിന്റെയെങ്കിലും ഒരു പിക്ചർ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അത് നമ്മൾ കുറെ ബ്ലോക്കുകൾ വെച്ച് മറച്ചേക്കണാണ് നിങ്ങളുടെ ടേബിളിൽ. എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. ഇറ്റ്സ് എ ലക്കി. ശരിക്കും ഈ ബ്ലോക്ക് മാറ്റുമ്പോഴാണ് ലക്കി പേഴ്സണെ കൊണ്ട് നമുക്ക് ആ പിക്ചർ കിട്ടുള്ളൂ. ഏത് പിക്ചറാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. റെഡിയാണോ നിങ്ങൾ? റെഡി? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ബ്ലോക്ക് മാറ്റാം. ആദ്യത്തെ ബ്ലോക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, മാറ്റാം. ഒരെണ്ണം മാത്രം മാറ്റാം. പിക്ചർ കിട്ടിയ ആർക്കെങ്കിലും? കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എവിടെ നിന്നാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് മാറ്റാം. എവിടെയെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. റെഡി? അടുത്ത ബ്ലോക്ക് മാറ്റിയെങ്കിലാ ജോയലെ? എല്ലാവർക്കും കിട്ടിയില്ല? ഓക്കെ, അടുത്ത ബ്ലോക്ക്. ഇല്ല ഇനി ഈ പിക്ചർ. ഓക്കെ, അടുത്ത ബ്ലോക്ക്. പല സ്ഥലത്തു നിന്ന് എടുക്കുക. എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് മാത്രം എടുക്കാണ്ട് പല ഭാഗത്തു നിന്ന് എടുക്കുക. ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ നോക്ക്, ദൈവമേ എവിടെയാണ് ഈ പിക്ചർ ഒളിഞ്ഞു കിടക്കണത്? നിങ്ങളിപ്പോ എത്ര ബ്ലോക്കുകൾ മാറ്റി? 4 ബ്ലോക്കുകൾ മാറ്റി. 5 ബ്ലോക്ക് മാറ്റാനേ നമുക്ക് ഈ ഗെയിമിൽ അവസരമുള്ളൂ. 5 ബ്ലോക്കുകൾ മാറ്റുമ്പോൾ നമുക്ക് ഈ പിക്ചർ കാണാൻ പറ്റണം, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, ലാസ്റ്റ് ബ്ലോക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ 5 ബ്ലോക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു. ആർക്കും പോയിന്റ് ഇല്ല, ആരും വിൻ ചെയ്തിട്ടില്ല ഈ ലെവൽ. അപ്പോൾ നമുക്ക് എന്നാലും ഇത് എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കണ്ടെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആർക്കും പോയിന്റ് ഇല്ല, നിങ്ങൾ ആരും വിൻ ചെയ്തിട്ടില്ല, എങ്കിലും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ബ്ലോക്ക് എടുത്ത് മാറ്റി നോക്കാം എവിടെയാണ് ഇരിക്കുന്നത്. കിട്ടിയാ? എന്ത് പടമാണ്? മലമുകളിൽ ഇരുന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത്. അതെ, സുവിശേഷ ഭാഗം. നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള സുവിശേഷ ഭാഗ്യങ്ങളുടെ അല്ലേ? അതെ. ഇമ്മാനുവൽ ലാസ്റ്റ് വായിച്ചല്ലേ? കരുണയുള്ളവർ ഭാഗ്യവാൻ. നമുക്ക് കാണാം. ഈ കണ്ട മറ്റേ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലുള്ള. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവരുടെയും ഉണ്ട്, ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടാം. പക്ഷെ പോയിന്റ് ഇല്ല ഇതിൽ. നിങ്ങൾക്ക് ആർക്കും 5 ബ്ലോക്ക് മാറ്റിയപ്പോൾ ഈ പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ജോയൽ ക്രിസന്റോ അല്ലേ? ക്രിസന്റോന്റെ അർത്ഥമാണ് ക്രിസന്റോ എന്താണ്? അർത്ഥം എന്റെ പേപ്പ മരിച്ചപ്പോ ആ ഒരു ഓർമ്മയിലിട്ടതാണ്. പേപ്പന്റെ പേര് ഇതായിരുന്നു? ആന്റണി എന്നായിരുന്നു. അപ്പോ യേശുവിനോട് ബന്ധപ്പെടുത്തി ക്രിസ്ത്യൻ കൂടി ചേർത്തിട്ടതാണ്. ക്രിസാന്റോ. ഓക്കെ, സെയിന്റ് ആന്റണി. ആന്റണി ആണോ? ഓക്കെ.
ഓക്കെ, ക്രിസന്റോ പറ, ക്രിസന്റോന്റെ സ്വപ്നങ്ങൾ എന്താണ്? ഇപ്പൊ നേരത്തെ നമ്മള് ഏറ്റവും ഒരു വൈദികനാകാനാണ് ആഗ്രഹം. വൈദികനാകാനാണ് ആഗ്രഹം. ആണോ? 9ാം ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത് അല്ലെ? ഏത് സ്കൂളിലാണ്? ലോർഡ്സ് അക്കാഡമി, വരന്തരപ്പള്ളി ICC സ്കൂൾ. പുതുക്കാട് അടുത്ത് തന്നെയാണ് അത്? അല്ല, വരന്തരപ്പള്ളി അല്ലേ? അതിനെങ്ങനെയൊക്കെയാണ് ഒരുങ്ങുന്നത്? ഞാൻ ഓൾട്ടർ ബോയ് തന്നെ ആയത് ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ്. അങ്ങനെ എന്നും ഞാൻ കുർബാനയ്ക്ക് പോകും. അപ്പൊ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. കുർബാനയിൽ എന്താ ചെയ്യുന്നത്? ഓൾട്ടർ ബോയ് ആണ്. എന്നാലും സമയം കിട്ടുമ്പോൾ ഈശോയോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ വൈദികനാകാനായിട്ട് ഏറ്റവും നിങ്ങൾ ഒരുങ്ങേണ്ടത് ഏറ്റവും നന്നായി പ്രാർത്ഥിച്ചിട്ടാണ്. എന്താണ് പ്രാർത്ഥനയെന്ന് അറിയാമോ? എന്താണ് ജോയലെ പ്രാർത്ഥന? ദൈവമായുള്ള സംഭാഷണം. ദൈവമായിട്ടുള്ള സംഭാഷണം. ഉറപ്പാണ് ഇവാനി? അതാണ് ടു ബി വിത്ത് ഗാഡ്. ദാറ്റ്സ് പ്രേയർ. നമ്മൾ സംസാരിക്കുന്നത് മാത്രമല്ല, ടു ബി വിത്ത് ഗാഡ്. നമുക്ക് കളിക്കാൻ പറ്റുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് നമ്മളല്ലേ ഉറങ്ങുന്നത്, വി കൻ സ്ലീപ് വിത്ത് ഗാഡ്. ഭയങ്കര ഫീലാണ്. രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് തൊട്ടടുത്തുള്ള ജീസസിനെ കണ്ടുകൊണ്ട്, തൊട്ടടുത്തുള്ള ജീസസിനെ ഫീൽ ചെയ്തുകൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമുക്ക് എണീക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ് അല്ലേ? നമുക്ക് കിട്ടുന്ന നമ്മുടെ ലൈഫിലെ ഓരോ സെക്കൻഡും ഓരോ മൊമെന്റ് നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റും അല്ലേ? ജോയൽ, എന്താണ് ഡ്രീം? എന്താണ് ഡ്രീം? ഒരു മറൈൻ എഞ്ചിനീയർ ആവാൻ. മറൈൻ എഞ്ചിനീയർ. പൈസ ഉണ്ടാക്കാനാണ് ആഗ്രഹം അല്ലേ? പുതുക്കടാരാ? മാത്രല്ല ദൈവത്തോടു കൂടെ ജീവിക്കാൻ. ദൈവത്തോടുകൂടി ജീവിക്കാൻ പറ്റും മറൈൻ എഞ്ചിനീയറിന്? എല്ലാവർക്കും സാധിക്കും. ഇപ്പൊ മറൈൻ എഞ്ചിനീയേഴ്സിനെയൊക്കെ മറ്റേ സൊമാലിയ ആ കടലിടുക്കി കൂടെ പോകുമ്പോ തട്ടിക്കൊണ്ടുപോകണേണ്. പേടിയുണ്ട? ഇല്ലല്ലേ? അതൊന്നുമില്ല. ഒത്തിരി കപ്പലിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. നല്ലൊരു പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് മറൈൻ എഞ്ചിനീയറിംഗ്. എന്താണ് ഇമ്മാനുവലിന് എന്താണ് സ്വപ്നം? എന്താണ്? ഒരു വൈദികനാകണമെന്ന്. വൈദികനാകണം അല്ലേ? ഞാൻ ഇപ്പോഴും വിചാരിക്കണായിരുന്നു. കെവിൻ പറഞ്ഞു, ക്രിസന്റോ പറഞ്ഞു. അത് കേട്ടിട്ടാണ് ആരെ കണ്ടപ്പോഴാണ് എനിക്കിത് ആ അച്ഛന്റെ പോലെ എനിക്കൊരു സ്മാർട്ടായിട്ടുള്ള ഒരു വൈദികനാകണമെന്ന് തോന്നിയത്? ഞങ്ങളുടെ മുൻ സഹവികാരിയായിരുന്ന ഷിനോജനെ. ആണാ? അച്ഛൻ. അപ്പൊ ഷിനോജ താങ്ക് യു. അങ്ങനെ അച്ഛനെ കണ്ട് ഒരാൾക്ക് കൂടി വൈദികനാകണമെന്ന് ആഗ്രഹം തോന്നി. ഫൈൻ, അടിപൊളി. പറഞ്ഞിട്ടുണ്ട് ആരോടെങ്കിലും എനിക്ക് വൈദികനാകാനാണ് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഇവാനിയ, എന്താണ് ആഗ്രഹം? എനിക്കൊരു പ്രൊഫസർ ആവാനാണ്. പ്രൊഫസർ ആകണം. ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കാൻ പോകുന്നത്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പ്രൊഫസർ. ഇംഗ്ലീഷിന്റെ വായിക്കാറുണ്ട്? ഇംഗ്ലീഷ് പുസ്തകങ്ങൾ? ഏത് പുസ്തകങ്ങൾ? നോവലുകളാണ്, ലേഖനങ്ങളാണ്, അല്ലെങ്കിൽ ജീസസിനെ ബേസ് ചെയ്ത് കുറെ ബുക്സ് ആണ് ഞാൻ വായിക്കുന്നത്. പഠിക്കുന്ന സബ്ജക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള. ഓക്കെ. അവസാനം വായിച്ച ബുക്ക് ഏതാണ്? ജീസസ് ലൈഫ്. ആരെഴുതിയ ബുക്കാണ് അറിയോ? ജോൺ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു നല്ലൊരു ഏത് കോളേജിലാണ് പഠിപ്പിക്കേണ്ടത് പ്രൊഫസറായിട്ട്? കൊച്ചിൻ കോളേജാണോ? അല്ലെങ്കിൽ സെന്റ് ജീസസ് കോളേജാണ്? സെന്റ് ജീസസ് കോളേജില്. അപ്പോ നിങ്ങൾക്ക് എന്താ അറിയാം ഇതൊക്കെ പറയുന്നത്? നിങ്ങൾ ഈ സ്വപ്നങ്ങൾ ഷെയർ ചെയ്യുമ്പോ ഇതൊക്കെ ആഫ്രിക്കയിൽ ഒരു ഡോക്ടർ പോകാൻ ആഗ്രഹിക്കുന്നു, അത് വേണോന്ന് അല്ലേ? എഞ്ചില് ഇപ്പൊ അങ്ങനെ എനിക്ക് ഡോക്ടർ ആവണ്ട, അതാണോ? അല്ല, യെസ്, ദൈവത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന നല്ലൊരു ഡോക്ടറാണ്. അച്ഛനാകാനായിട്ട് കെവിൻ റെഡിയാണ്. 3 വൈദികരാണ് നമ്മളുടെ ഈ പ്രോഗ്രാം, ഈ എപ്പിസോഡിൽ പങ്കെടുക്കുന്നത്. 3 വൈദികരാകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോ ഒരു മറൈൻ എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓഡിയൻസ്, ദയവേത് ഇവരുടെ ഈ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, നമ്മളുടെ പ്രോഗ്രാമിലേക്ക് കടന്നെങ്കിലോ? റെഡിയല്ലേ? ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 3. ലെവൽ 3യിൽ കടക്കുമ്പോൾ നമ്മൾക്ക് ആ ബോള് വെച്ചിരിക്കുന്ന ബാസ്കറ്റിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തേക്ക് വരാം. ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് ഇതൊരു രസകരമാണ്. മറൈൻ എഞ്ചിനീയറെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഗെയിമാണ്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ബോള് ബാസ്കറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മുമ്പിൽ 2 ബാസ്കറ്റ് വീതമുണ്ട്. ഈ 2 ബാസ്കറ്റ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഒരു ബാസ്കറ്റ് എന്താണ്? പഴയ നിയമം. ഒരു ബാസ്കറ്റ് പുതിയ നിയമം. സോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു ഡിവിഷൻ ചെയ്ത് 2 പേർക്കും 2 രീതിയിലുള്ള
ജോബാക്കി മാറ്റാം. ഒരാൾക്ക് സെലക്ട് ചെയ്യുന്ന ജോബും ഒരാൾക്ക് കറക്റ്റായിട്ട് ബാസ്ക്കറ്റ് ചെയ്യാനുള്ള സംഭവം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ബാസ്ക്കറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന് ലഭിക്കുന്ന സമയം എന്ന് വെച്ചാൽ 1.5 മിനിറ്റ് ആണ്. 1.5 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 90 seconds. കണക്ക് അല്ലേ? എത്ര സെക്കൻഡാണ്? 90 സെക്കൻഡ്സ് ആണ്. അപ്പൊ 90 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ റെഡിയാണോ നിങ്ങൾ? സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. പെട്ടെന്ന്. ഗുഡ്. പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടാ. നോ പ്രോബ്ലം. കറക്റ്റ് പോയിന്റ് ചെയ്ത് വെരി ഗുഡ്. കറക്റ്റ് പോയിന്റ് ചെയ്ത്. ക്രിസ്റ്റിന്റെ അവിടെ അല്ല, ഇവിടെ 2 നേരത്തും പോയിന്റ് ചെയ്ത്. യെസ്. കിട്ടും. ഫോക്കസ് ചെയ്ത്. ഒന്നുകൂടെ സ്പിരിറ്റ് കീപ്പ് ചെയ്. കമോൺ. (24, 22, 21) 20 സെക്കൻഡ്സ് ബാക്കിയുള്ളപ്പോ നിങ്ങളുടെ കയ്യിലുള്ള ബോളെല്ലാം തീർന്നു അല്ലേ? ഓക്കെ, ഫൈൻ. നമ്മൾ ആരൊക്കെ എത്ര ബോൾ വീതം നേടി അത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആര്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. ടെൻഷൻ ഉണ്ടാ? നമ്മൾ ഉത്തരങ്ങളിലേക്ക് കടക്കണേണ്. നമ്മൾ ആരാണ് വിന്നർ എന്ന് നമ്മള് നോക്കാൻ പോവുകയാണ്. പേടിയുണ്ടാ? ടെൻഷൻ ഉണ്ടാ? വിൻ ചെയ്യോ? അറിയില്ല. നിങ്ങൾ നന്നായിട്ട് ബാസ്ക്കറ്റ് ചെയ്താ? ഓക്കെ. നമ്മൾ ടീം സിയുടെ പോയിന്റ്സ് ഇങ്ങനെയാണ്. പഴയ നിയമത്തില് നിങ്ങൾ ബാസ്ക്കറ്റ് ചെയ്തിരിക്കുന്നത് 3 എണ്ണമാണ്. 3 എണ്ണം. പുതിയ എന്തുപറ്റി? പഴയ നിയമം എല്ലാം സ്കോർ ചെയ്യാൻ പറ്റും. ഇട്ടതാണ്ട് അല്ലേ? ഞങ്ങൾക്ക് പണ്ട് സ്കൂള് പരീക്ഷയുടെ സമയത്ത് തലേദിവസം ഈ മരത്തിന്റെ ചോട്ടിലൊക്കെ പോയാണ് പഠിക്കുക. അപ്പൊ ഈ മരത്തിന്റെ ഇവിടെ അടക്കാമരത്തിന്റെ ചോട്ടിലായിരിക്കും ചിലപ്പോൾ ഇരിക്കണത്. അവിടെ പുളിയുടെ മരം ഉണ്ടാവും. ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കല്ലെടുത്തിട്ട് ആ പുളിയുടെ കറക്റ്റ് പൊത്തിന്റെ അവിടെ കൊണ്ട എനിക്ക് പരീക്ഷ എളുപ്പമായിരിക്കും. ആ ഉന്നം പിടിച്ച് നമ്മൾ എറിയുമായിരുന്നു. അപ്പൊ അതുപോലെ ഇത് ഇച്ചിരി ഉന്നം തെറ്റിപ്പോയല്ലേ പഴയ നിയമത്തിന്റെ. എന്നാലും നിങ്ങൾക്ക് റോങ് ഒന്നും വന്നിട്ടില്ല. കറക്റ്റ് ബാസ്ക്കറ്റാണ്. ബാസ്ക്കറ്റിൽ വീണിട്ടുള്ളതെല്ലാം പുതിയ നിയമത്തിന്റെ ബാസ്ക്കറ്റില് പുതിയ നിയമത്തിന്റെ ബോളുകളാണ്. പഴയ നിയമത്തിന്റെ. അപ്പൊ 3ഉം 8ഉമാണ് നിങ്ങൾ നേടിയിട്ടുള്ള പോയിന്റ്സ്. ടോട്ടൽ അപ്പൊ എത്രയുണ്ട്? 11 പോയിന്റ്സ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. നിൽക്കട്ടെ, നിങ്ങൾക്ക് പറയുന്നത് ടീം ബി എന്താണ്? ഉഷാറല്ലേ? ജോയലെ ബാസ്ക്കറ്റ് ചെയ്തതൊക്കെ വീണ? ചെയ്തത് ചിലതൊക്കെ വീണു, ബാക്കിയൊക്കെ പുറത്തുപോയി. ഓക്കെ, നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് 7 എണ്ണം വീണിട്ടുണ്ട്. 7 എണ്ണം നിങ്ങൾ ബാസ്ക്കറ്റ് ചെയ്തു, പഴയ നിയമത്തിന്റെ ബാസ്ക്കറ്റ്. പക്ഷെ ഒരെണ്ണം റോങ് വന്നു. ഫിലിപ്പി എങ്ങനെയോ ചാടി കയറി വന്നു അതിൻ്റെ ഉള്ളിൽ. അതെന്തു പറ്റിയത്? ഫിലിപ്പി പഴയ നിയമമാണാ? നിങ്ങൾ അറിഞ്ഞിട്ടതാണാ? അല്ല, ഇത് ചാടി വീണതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് ഞാൻ പോകൂല എന്ന് പറഞ്ഞ് പഴയ നിയമത്തിന്റെ ബാസ്ക്കറ്റിലേക്ക് കയറി. ഓക്കെ, ഫൈൻ. അപ്പൊ 7 എണ്ണത്തിൽ നിന്ന് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ റോങ് കുറയ്ക്കണം. വേണ്ടേ? വേണം. അപ്പൊ അത് ഒരെണ്ണം കുറയ്ക്കുമ്പോ ബാക്കി എത്രയുണ്ട്? 6 എണ്ണം ഉണ്ടാവും. പുതിയ നിയമത്തില് ന്യൂ ടെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് 5 എണ്ണമാണ് നിങ്ങൾ ബാസ്ക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ
7 നിന്ന് 1 കുറച്ച് 6, 6 പ്ലസ് 5 എത്രയാണ് ഉത്തരം? 11. ഒരു ഉറപ്പില്ലാത്ത പോലെ 11. ഓക്കെ, നിങ്ങൾക്ക് അപ്പോ ടോട്ടൽ കിട്ടിയിരിക്കുന്ന സ്കോർ 11 ബരാബർ. ഓക്കെ, നീ ടീം എ ഇമ്മാനുവൽ, ഞാൻ നോക്കിയപ്പോ ചറപറ ഇടുന്നുണ്ടായിരുന്നു. വെരി ഗുഡ്, ഫൈൻ. നിങ്ങള് ഓൾഡ് ടെസ്റ്റ്മെന്റ് നിങ്ങൾ ഇട്ടിരിക്കുന്നത് 5 എണ്ണം. അതുപോലെ ന്യൂ ടെസ്റ്റ്മെന്റിൽ 6 എണ്ണം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം റോങ് ആയി. 11 എണ്ണം നിങ്ങൾ ഇട്ടു, ടോട്ടൽ സ്കോർ ചെയ്തു. ഒരെണ്ണം റോങ് ആയി. എന്ത് പറ്റി? ആ ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ എന്ത് പറ്റി? നിങ്ങളുടെ പോയിന്റ് 10 ആയി പോയി. ഈ ലെവല് വിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് എത്രയാണ്? 90 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. പേടിക്കണ്ട, അടുത്ത പ്രാവശ്യം മുതൽ. അപ്പോൾ 90 പോയിന്റ്സ് വിൻ ചെയ്തിരിക്കുകയാണ് ടീം സിയും ടീം ബിയും. കൺഗ്രാറ്റുലേഷൻസ്. ആശ്വാസമായി ജോയല്ല ഈ ശ്വാസം പിടിച്ചിരിക്കണേ, ഇപ്പൊ റിലാക്സ്ഡ് ആയി. വെരി ഗുഡ്. ക്രിസന്റോ കൂളാണല്ലേ? ഏഞ്ചൽ, നിങ്ങൾ തകർത്ത് ഇങ്ങനെ മുന്നേറുകയാണല്ലോ. നിങ്ങൾക്ക് എല്ലാം വളരെ സിമ്പിൾ ഗെയിമാണ്, പക്ഷെ നിങ്ങൾക്ക് ടഫാണെന്ന് തോന്നിയേക്കാം. ശരി, ടഫാണെന്ന് തോന്നിയേക്കാം. അപ്പൊ നമ്മുടെ ഈ ലെവൽ അവസാനിക്കുമ്പോൾ, 3ാമത്തെ ലെവൽ അവസാനിക്കുമ്പോൾ നമ്മളുടെ വിന്നേഴ്സായ ടീം സിക്കും ടീം ബിക്കും ലഭിച്ചിരിക്കുന്ന പോയിന്റ് 90 പോയിന്റ്സ് ആണ്. കൺഗ്രാറ്റുലേഷൻ. തകർത്തു, അടിപൊളി. അടുത്ത ലെവലിലേക്ക് നമുക്ക് കയറിയെങ്കിലോ? തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 4. ഈ ഗെയിമിന്റെ പ്രത്യേകത, ഒക്ടോബർ മാസത്തിന്റെ പ്രത്യേകത എന്താ? ജപമാല മാസം അല്ലെ? എന്താണ് ജപമാല? സെബിൻ, ജപമാലയിലൂടെ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? മാതാവിനെ കൂടെ നിർത്തി മാതാവിന്റെ മാധ്യസ്ഥത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലെ? മാതാവിനോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ജപമാലയിൽ ഓരോ സമയവും നമ്മൾ ധ്യാനിക്കുന്നത് എന്തൊക്കെയാണ്? സന്തോഷത്തിന്റെ രഹസ്യങ്ങള്, ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ, മഹിമയുടെ പ്രകാശത്തിന്റെ രഹസ്യങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ്? ഈശോയുടെ ജീവിതത്തിലുണ്ടായ ഓരോ സംഭവങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് അല്ലെ? അത് ധ്യാനിച്ചുകൊണ്ടാണ്. അപ്പോ ഈശോയുടെ ആ സംഭവത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് അല്ലെ? നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും കൂടുതൽ എനിക്ക് പ്രാർത്ഥിക്കുമ്പോ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാല് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പെട്ടെന്ന് നടക്കുന്നതായിട്ട് ഞങ്ങളാണ്. വേറെ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടി തന്നെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കണം. പലപ്പോഴും നമുക്ക് മറ്റുള്ളവർക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങനത്തെ ഉള്ള പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപിയായ എനിക്ക് വേണ്ടി എന്റെ മനസ്സമയത്ത് പ്രാർത്ഥിക്കുന്ന ആ സമയം തന്നെ എന്റെ ഈ ഫ്രണ്ട് ഇവാനിയക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എന്റെ ഫ്രണ്ട് ഇമ്മാനുവലിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് മാതാവിനോട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് കുറച്ചും കൂടെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാക്കി ജപമാലയെ മാറ്റാൻ പറ്റും. സോ നമ്മളുടെ ഈ ഗെയിമിൽ നമ്മൾക്ക് നമ്മുടെ ജപമാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഈ ഗെയിം. നിങ്ങൾക്കൊരു ഗ്ലാസ് ബോൾ തന്നിട്ടുണ്ട്, കൂടാതെ വേറൊരു ഗ്ലാസ് തന്നിട്ടുണ്ട്, ഒരു ഗ്ലാസ്. ആ ഗ്ലാസ്സിൽ കുറച്ച് എണ്ണയില് കുറച്ച് നീഡിൽസ് ഇട്ടിട്ടുണ്ട്, സൂചികൾ. പിന്നെ നിങ്ങളുടെ സൈഡിൽ ഒരു നൂല്, ആ നൂലിന്റെ അറ്റത്തൊരു ക്രോസ് ഉണ്ട് അല്ലെ? ഇത്രയും സംഗതികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഗ്ലാസ് ബോളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത് കുറെ സിൽവർ കളറിലുള്ള കുറെ മുത്തുകളാണ് അല്ലെ? അതിനുള്ളില് മരത്തിന്റെ കളറിലുള്ള കൊന്ത കോർക്കാനുള്ള മുത്തുകളുണ്ട്. അത് നിങ്ങൾ എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഈ മുത്തുകൾ എടുത്ത് സൂചി എടുത്ത് നൂല് കോർത്ത് അതിൽ ഒരു കൊന്ത ഉണ്ടാക്കുക, 10 മണികളുള്ള ഒരു ചെറിയ കൊന്ത ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. ക്ലിയർ ആണോ? യെസ്. ജപമാല പണിയുകയാണ് നിങ്ങളുടെ ടാസ്ക്. അപ്പം നല്ലോണം പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിനെ കൂടെ ഇരുത്തി നമുക്ക് ഈ ടാസ്ക് തുടങ്ങിയെങ്കിലോ? ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? റെഡിയാണോ ഇമ്മാനുവൽ? ഓക്കെ, ഫൈൻ. ഇനി നിങ്ങൾക്ക് ഇതിന് ലഭിക്കുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
2 മിനിറ്റാണ്. എത്ര മിനിറ്റാണ്? എത്ര സെക്കൻഡാണത്? 120. മാത്സ് 120 സെക്കൻഡാണ് അല്ലെ? ഈ 120 സെക്കൻഡിൽ നിങ്ങൾക്ക് ഈ കൊന്ത പണിയണം. ഇല്ല എങ്കിൽ 3 പേരും ഈ കൊന്ത തീർക്കാൻ പറ്റിയില്ല എങ്കിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ മുത്തുകൾ കോർക്കാൻ സാധിച്ചത് അവരായിരിക്കും വിന്നർ. റെഡിയല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാനുവൽ? യെസ്. സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ധൃതി പിടിക്കണ്ട, പെട്ടെന്ന് എടുത്തോ. പറ്റും, പെട്ടെന്ന് പറ്റും. പെട്ടെന്ന് കോർക്കുക. കോർത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ മുത്തുകൾ കോർക്കാൻ നോക്കുക. യെസ്, കമോൺ. ഫോക്കസ് ഒന്നും കളയണ്ട. കോർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മുത്തുകൾ എടുക്കുക, കോർക്കുക. ടെൻഷൻ അടിക്കണ്ട. ഇനി 1 മിനിറ്റ് കൂടി ഉണ്ട്. 50 സെക്കൻഡ് ഉണ്ട്. പറ്റും. ഫോക്കസ് ചെയ്ത് 25 seconds more. Twelve seconds more. പറ്റും. Come on. വേഗം. 2, 1, 0. വെക്ക. സ്വല്പം ബാക്കിലേക്ക് നോ പ്രോബ്ലം. ഏഞ്ചൽ. ഓക്കെ, നീറ്റായിട്ട് വെക്കാനായിരുന്നു. ഫൈൻ. ബാക്ക്. ഓക്കെ. നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണോ? എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആര്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. റെഡി? റിസൾട്ട് നോക്കാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ ടേബിളിന്റെ അടുത്തേക്ക് വരിക. ഓക്കെ. ഇമാനുവൽ, ഇത് ശരിക്കും പറഞ്ഞ ഈ സമയം നിങ്ങൾ പലപ്പോഴും പല ടിവികളിലും ഒക്കെ റിയാലിറ്റി ഷോകൾ കാണാറുണ്ട് അല്ലെ? ഞാനിതോടൊക്കെ ഈ റിയാലിറ്റി ഷോയിൽ പ്രഷർ കൂട്ടും. നിങ്ങൾക്ക് പ്രഷർ കൂടാറുണ്ടോ? ചും ഹാർട്ട് ബീറ്റ്സ് ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഇതൊരു ഈ ഗെയിമുകളിലെ ഈ തിയോഫനി ഗെയിം ഷോയുടെ ഉദ്ദേശം തന്നെ നിങ്ങൾ പോയിന്റ് കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരി എന്താണ്? ദൈവത്തിനെ കൂടുതലായിട്ട് അറിയാം. ഈശ്വര ദർശനം, ഈശ്വരനെ കൂടുതലായിട്ട് അറിയാം. കൂടുതൽ പവർഫുൾ ആയിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ ഈശ്വരനോട് കൂടെ പവർഫുൾ ആയിട്ട് പോവുക, സന്തോഷത്തോടു കൂടെ പോവുക, ടെൻഷനായിട്ട് പോകരുത്. ഈ പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പേപ്പറിലൊക്കെ വന്ന ന്യൂസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ റിയാലിറ്റി ഷോയുടെ ടെൻഷൻ മൂലം ആത്മഹത്യക്കൊക്കെ ശ്രമിച്ച കുട്ടികളെ കുറിച്ച്, ഡാൻസ് കോമ്പറ്റീഷനൊക്കെ. ഇതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇവിടെ വന്ന് ടെൻഷനായിട്ടായിരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പോണത് ഭയങ്കര റിലാക്സ് ആയിട്ട്, ഭയങ്കര പവർഫുൾ ആയിട്ട് ഈശോയോട് കൂടെ ആയിരിക്കും നിങ്ങൾ ഇവിടുന്ന് പോകേണ്ടത്. മനസ്സിലായ? അപ്പൊ ഇമ്മാനുവലേ, കമോൺ ചിരിക്കുക. ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചിരിക്കും. ഫൈൻ. അപ്പോൾ ഈ ജപമാലയുടെ ഈ മത്സരത്തിന്റെ ഇവിടെ നമുക്ക് നോക്കാം. ടീം എയ്ക്ക് എന്താ പറ്റി? എനിക്ക് തോന്നുന്നു ഇവാനായിരുന്നു സൂചി കോർക്കാൻ തീരുമാനിച്ചത്. എണ്ണയിൽ നിന്ന് എടുക്കാൻ ഇച്ചിരി പണിയാണ്, നല്ല പണിയാണ്.
എണ്ണയിൽ കിടക്കുന്ന ഓഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് വീട്ടിൽ നോക്കണോട്ടാ. എണ്ണയിൽ കിടക്കണ സൂചി എടുക്കണമെങ്കിൽ ഇച്ചിരി പണിയുണ്ട്. അതെടുത്തിട്ട് അതിന്റെ ഹോളിൽ അപ്പൊ എണ്ണ ഉണ്ടാവും. ഈ എണ്ണ കളയാൻ അതുമ്മ കൊണ്ടുവന്ന് നൂല് കോർക്കാൻ ശ്രമിച്ച, പക്ഷെ ഇവാൻ ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷെ എണ്ണയിൽ മുങ്ങിയ നൂലായതുകൊണ്ട് അല്ലേ അത് കുത്താൻ പണിയില്ല. വേഗം തന്നെ ടാസ്ക് ചേഞ്ച് ചെയ്തു അല്ലെ. വേഗം തന്നെ നമ്മളെ ഇമ്മാനുവലിനെ വിളിച്ച് ആ പണി ഏൽപ്പിച്ചു. മുത്ത് അതെനിക്കോട് ആ ഒരു കൺഫ്യൂഷൻ കിടന്ന കാരണം നിങ്ങൾക്ക് കുറയ്ക്കാം. നിങ്ങൾ പക്ഷെ വിൻ ചെയ്തതന്നെ പടപടാന്ന് പറഞ്ഞ് ഇമ്മാനുവലിലേക്ക് എടുത്തു. ഇച്ചിരി കൺഫ്യൂഷൻ ആയിപ്പോ അല്ലെ. ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമായിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോ അല്ലെ ഈ ഗെയിമിനെ കുറിച്ച്. പക്ഷെ കേട്ടിട്ടില്ല, ഇത് പുതിയ ഗെയിമാണ്. ഫൈൻ, കുഴപ്പമില്ല. ഇവാനുവല്ലേ നമുക്ക് തകർക്കാം. എന്തായി ജോയൽ ക്രിസാൻഡോ എന്തായി? നിങ്ങള് റൈറ്റ് പേഴ്സൺ ആണ് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് എടുക്കാൻ. ക്രിസന്റോ ആണ് അല്ലേ? ക്രിസന്റോ ആണ് ഈസി ആയിട്ട് പറ്റിയ. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് നഖമൊക്കെ വളർത്തിയാണ് വന്നേന്ന് തോന്നല്ലേ? ഇല്ല. ഓക്കെ, ഈ ഗെയിം കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ? പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ വീട്ടില്? പക്ഷെ നിങ്ങൾ വളരെ ഈസി ആയിട്ടൊക്കെ കോർത്തല്ല. ഇതിനു മുമ്പ് കോർത്തിട്ടുണ്ടോ? പ്രാർത്ഥിച്ച ഈ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച മാതാവേ എന്താണ് ചെയ്യാൻ പോണ കൂടെ ഉണ്ടാവണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച. ഓക്കെ ഫൈൻ. എന്തായാലും അവര് കോർത്തു. നമ്മളെ ജോയല് പടപടാന്ന് പറഞ്ഞ് മുത്തുകൾ എടുത്തു കൊടുത്തു. 9 മുത്ത് എടുത്തു അല്ലേ? 10ാമത്തെ മുത്ത് എവിടെയോ ഒളിച്ചു നിന്ന് കിട്ടിയില്ല. 8 കോർത്തു. ശരി അല്ലേ? 8 കോർത്തു. ഗുഡ്, സൂപ്പർ. ടീം സി, കെവിൻ, ഏഞ്ചൽ എത്ര മുത്ത്? 7 മുത്തുകള് കെവിൻ എടുത്തു. 7 കോർത്തു. വെരി ഗുഡ്, ഫൈൻ. സോ ദ വിന്നർ ആരായിരിക്കും? വിന്നർ ടീം ബി ആണ് നമ്മുടെ വിന്നർ. കൺഗ്രാറ്റുലേഷൻ. നിങ്ങൾക്ക് ഈ 4ാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പോയിന്റ് എത്രയെന്നറിയോ? ഒന്ന് ഉറക്കെ പറമാൻ. ഇത്രയും പോയിന്റ് ഒക്കെ അടിച്ചു പറ്റിയിട്ടും 110 ആണ് ഇവർക്ക് ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ്. കൺഗ്രാറ്റുലേഷൻ. സോ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ? നമ്മളുടെ കൂട്ടത്തില് നല്ല ഗായകരുണ്ട്, നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഏഞ്ചലൊക്കെ അല്ലെ, ഇവാനിയൊക്കെ സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യണം. ഇവാനിയെ നന്നായിട്ട് ഭരതനാട്യം കളിക്കും. ഇപ്പോ നമുക്ക് ഇവാനിയയുടെ ഒരു പാട്ട് കേൾക്കാം. ഇവാനിയ. നാഥാനിനക്കായി പാടി പാടിയൻ നാവു തളർന്നാൽ തളർന്നിടട്ടെ. നാഥാനിനക്കായി പാടി പാടിയൻ നാവു തളർന്നാൽ തളർന്നിടട്ടെ. നിനക്കായേറെ നടന്നു നടന്നെന്റെ പാദം തളർന്നാൽ തളർന്നിടട്ടെ. പാദം തളർന്നാൽ തളർന്നിടട്ടെ. നാഥാ നിനക്കായി പാടി പാടിയൻ നാവു തളർന്നാൽ തളർന്നിടട്ടെ. സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി. ശരിക്കും ഇവാനിയ ഭയങ്കര ബ്ലെസ്ഡ് വോയിസ് ആണ്. അപ്പൊ ഒത്തിരി പാടണോട്ടാ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് പാടണം. ദൈവം ഒത്തിരി ബ്ലെസ് ചെയ്യട്ടെ. ഫൈൻ, നമുക്ക് നമ്മുടെ അടുത്ത ലെവലിലേക്ക് പോയാലോ? റെഡിയാണോ? തിയോഫനി ഗെയിം ഷോയുടെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 5. എങ്ങനെയാണ് ലെവൽ 5ലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ അഭിനയിക്കാൻ തയ്യാറാണോ? ഈ ലെവലിന്റെ സ്പെഷ്യാലിറ്റി നിങ്ങളുടെ ആക്ടിംഗ് ടാലന്റ് അതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കൊരു പേരോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ സ്ഥലപ്പേരോ ഒരു സംഭവത്തിനെ കുറിച്ചോ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ആ പേര് അഭിനയിച്ച് കാണിക്കുക. ഒരാള് ഇവിടെ വെച്ചിട്ടുള്ള ഈ തൊപ്പികളുള്ള ഒരാൾ, നിങ്ങൾ ആരാ തൊപ്പി വെക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം.
ആ തൊപ്പിയുടെ ഇവിടെ പേരുണ്ടാവും. ഒരാള് അഭിനയിച്ച് കാണിക്കാം. ഈ അഭിനയം കാണുമ്പോൾ ഈ തൊപ്പി വെച്ച അയാള് പൊട്ടം കളിക്കുന്ന സംഭവം നമ്മൾ പറയണം. മനസ്സിലായ? ക്ലിയർ? മനസ്സിലായ? ഓക്കെ, റെഡിയാണോ? ഫസ്റ്റ് ചാൻസ് ആർക്ക് വേണം? ടീമേ, ഗ്രേറ്റ്. ടീമേ കം. ഇവിടെ നിന്നിട്ടാ, ഇവിടെയാണ് ഇരിക്കേണ്ടത്. ആരാ തൊപ്പി വെക്കണത്? ഇമ്മാനുവൽ വരെ ഇവിടെ വരാ, ഇവിടെ വരാ, തിരിഞ്ഞിക്ക. ഫൈൻ, റെഡിയാണ്. ഇമ്മാനുവലിനാണ് ചോദിക്കാൻ പറ്റുന്നത്. ഏത്? ഇത്. അതെ, ഓക്കെ. കാണാൻ പറ്റണ്ട? ഇവാനിയെ കാണാൻ പറ്റുമോ? ചോദിക്കാം. ഇതൊരു സംഭവമാണോ, സ്ഥലമാണോ, വ്യക്തിയാണ്? ഓക്കെ, റെഡിയാണോ ഇമ്മാനുവൽ, ഇവാനിയ? സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ചിക്കമോർ മരം. സഖേവൂസ്. ഉത്തരം ശരിയാണോ? ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ, ഉത്തരം ശരിയാണ്. സഖേവൂസ് തകർത്തു. അടിപൊളി. എന്താണ് കംപ്ലീറ്റ് നാട്യ എക്സ്പേർട്ട്, മുദ്രകളിലൂടെ കംപ്ലീറ്റ് പറഞ്ഞത്. ഗുഡ്. ഓക്കെ, ഉത്തരം നോക്കൂ. സഖേവൂസ് തന്നെയാണ് കേട്ടാ. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ടീം റെഡിയാണോ? ഭരതനാട്യമാണോ, സ്കിറ്റാണോ, എന്താണ്, കഥകളിയാണോ? വരൂ, ടീം ബി കം. ക്രിസന്റോ ആണ് തൊപ്പി വെക്കാൻ പോകും. ജോയല റെഡി അല്ലേ? ഓക്കെ, കണ്ടോ? റെഡിയാണോ ജോയൽ? കുറച്ചുകൂടെ ആക്ട് ചെയ്യട്ടാ, കുറച്ചുകൂടെ ഓടിയൊക്കെ ആക്ട് ചെയ്യേ. റെഡിയാണല്ലോ അല്ലേ? യുവർ ടൈം സ്റ്റാർട്ട് നൗ. വടിയുണ്ട്. വടി മോശം നിന്നു. ആക്ട് ചെയ്യൂ കുറച്ചുകൂടെ. അയാളുടെ സംഭവം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് അഭിനയിച്ച് കാണിക്കും ജോയല്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അഭിനയിച്ച് കാണിക്കും. എന്താണ്? മല, പാറ. സമയമുണ്ട്, 1 മിനിറ്റ് കൂടി ഉണ്ട്. ധൈര്യമായിട്ട് അഭിനയിച്ച് കാണിക്കും. കുറച്ചുകൂടി വിശാലമായിട്ടുള്ള എന്താണ്? വീടിന് വേറെ വാക്ക്. ഭവനത്തിന് വേറെ വാക്ക്. ബൈബിൾ, ഗ്രന്ഥം. വീട്. വീടിന് വേറെ വാക്ക്. എടാ, അഭിനയിച്ച് കാണിക്കണതുമായിട്ട് റിലേറ്റഡ് കുറെ സംഭവങ്ങളുണ്ട്. ഈ കഥാപാത്രം ഇൻവോൾവ് ആയിട്ടുള്ള എന്തെല്ലാം സംഭവങ്ങളുണ്ട്. അത് പറയണേ. എന്താണ്? കടൽ. അഭിനയിച്ച് വീട്. കടൽ. വടി. കള്ളത്തമടി. വടി. മോശ വടി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പിന്നിൽ വരുന്ന ആൾ. മോശത്തിന് പിന്നിൽ വരുന്ന ആളാണ് കഥാപാത്രം. നോക്ക്, നീ അഭിനയിച്ച് കാണിക്കും. നിനക്കുള്ള സ്പേസ് കാണിക്കും. വെള്ളം, അത് മാത്രം പോരാ. വീടിന് വേറെ വാക്ക്. ഗൃഹം, ഭവനം. എടാ, വീടല്ല കാണിക്കേണ്ടത്, ഇതാണ് കാണിക്കേണ്ടത്. വഞ്ചി ഇതല്ലേ? ഇത് കാണിക്കാം. അതിന്റെ വേറെ വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷെ ഇതിനകത്തുള്ള വാക്കുകൾ ഏതാ? വഞ്ചിയുണ്ട്, പേടകം എന്നുള്ളതാണ്. ഈ നേരത്തെ ക്ലൂ കിട്ടി അല്ലേ? മോശയുടെ പിൻഗാമിയാണ്. മോശയുടെ പിൻഗാമി എന്ന് പറയാൻ പറ്റില്ല, കുറെ നാളുകൾ കഴിഞ്ഞ ശേഷമാണ് ആള് വന്നത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നോഹ എന്ന് പറയുന്നത് പെട്ടകമാണ്. ഈ പെട്ടകത്തെ കാണിക്കുക എന്നുള്ളതാണ്.
അപ്പൊ നീ നോക്ക് എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ വീടല്ല കാണിക്കേണ്ടത്, പെട്ടകമാണ് കാണിക്കേണ്ടത് അല്ലേ? കുഴപ്പമില്ലല്ലേ? അടുത്തതിൽ നമുക്ക് കലക്കാം. അപ്പൊ ഓക്കെ, അപ്പോൾ നമ്മളെ ലാസ്റ്റ് ടീമിനെ നമുക്ക് വിളിച്ചാലോ? ടീം സി, വെൽക്കം. ഞങ്ങളുടെ ഈ ലെവലിലേക്ക് വാ. ആരാണ് തൊപ്പി വെക്കാൻ പോണ? ഓടിയിടുന്ന അഭിനയിക്കണോട്ടാ ഏഞ്ചലെ. ഓക്കെ, അപ്പോൾ അവിടെ നിന്നോളൂ, കയറുന്നോ. റെഡിയാണോ കെവിനെ? ഫൈൻ. കിട്ടില്ലായിട്ട് അഭിനയിക്കാനുള്ള സംഭവം ഉണ്ടാ. കിട്ടിയാ? അപ്പൊ ഫുൾ കഥ പറഞ്ഞു, ഫുൾ കഥ. ആദ്യം ചോദിച്ചു, ഇതൊരു സംഭവമാണോ, സ്ഥലമാണോ, വ്യക്തിയാണോ? വ്യക്തി. യുവർ ടൈം സ്റ്റാർട്ട് നൗ. അമ്പ്. യുദ്ധം. അമ്പ്. പഴയ നിയമമാണ്. രാജാവ്. പടയ. കല്ലെടുത്തെറിഞ്ഞു. കല്ലെടുത്തെറിഞ്ഞു. ഗോലിയാത്തിന്റെ മുന്ന് ദാവീദ്. ദാവീദ്. ഗോലിയാത്ത്. ഗോലിയാത്ത് ആണാ? ഉത്തരം ഗോലിയാത്താണാ? അതെ. ആ, നോക്കിക്കോ, ഉത്തരം ഗോലിയാത്താണ്. എന്തൊക്കെ കാണിച്ചത് ആദ്യം? ഓക്കെ, യുദ്ധമാണെന്ന് മനസ്സിലാക്കി. ആണാ? എങ്ങനെ എറിഞ്ഞത്? കവണയെന്ന് പറഞ്ഞ സംഭവം എന്താണ്? കല്ലെടുത്തത്? കല്ലല്ല, കല്ലാണോ? കല്ല് കവണ കല്ല് കവണ. അതാണ് കവണ. എനിക്ക് കൂടെ സിനിമയിലെ കണ്ടെങ്കിൽ അങ്ങനല്ല. ഈ ഇതുപോലത്തെ ഒരു സാധനമുണ്ട്, ഈ സംഭവത്തിന്റെ അറ്റത്ത് ഈ കല്ല് എന്നിട്ട് ഈ ഇങ്ങനെയാണ് സാധനം വിടണത്. അല്ലെങ്കിൽ ഈ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതാണ്, ഈ മറ്റേ ഈ രണ്ട് ഇതിന്റെ മടുക്ക് കല്ലെടുത്തു വെച്ചു, ഉന്നം വെച്ച് അങ്ങനെ വിടണം. അതൊക്കെ അഭിനയിക്കേണ്ടത്. ഇത് ബുദ്ധിമാനായ കെവിനായതുകൊണ്ട് ഇത് പെട്ടെന്ന് കണ്ടുപിടിച്ച്. ഞങ്ങൾക്ക് കുറച്ചും കൂടെ അഭിനയം ഏഞ്ചലിന്റെ കാണണമായിരുന്നു. കുഴപ്പമില്ല. അപ്പോ ഓക്കെ വിനേഴ്സ്, ഗോ ദേ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നമ്മൾ ഈ ലെവൽ അവസാനിക്കുമ്പോൾ നമ്മുടെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. പെട്ടകം അല്ലേ? ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെ ആയി കുറച്ചും കൂടെ അവനൊന്ന് മനസ്സിലാക്കിയെങ്കിൽ അല്ലേ? അത് ഇവരുപയോഗിച്ച ടെക്നിക്കുകളാണ്. അത് പഴയ നിയമമാണോ പുതിയ നിയമമാണോ എന്നൊക്കെ അഭിനയിച്ചെന്ന് കാണിച്ചതുണ്ടായിരുന്നു അല്ലേ? കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പോൾ ടീം എയും ടീം സിയുമാണ് ഈ ലെവലിലെ വിന്നേഴ്സ്. കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരുന്ന പോയിന്റ്സ് എത്രയാണ്? ഈ ലെവലിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് 130 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. പോയിന്റ്സ് അല്ല ഇമ്പോർട്ടൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിനെ കൂടുതൽ അറിയുക, ദൈവത്തിന്റെ ദർശനം ഉണ്ടാവുക, ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ദൈവത്തിന്റെ ഗുണത്തോടെ തിരിച്ചു പോകാൻ നിങ്ങൾക്ക് സാധിക്കണം, സന്തോഷത്തോടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനത്തെ നമ്മുടെ ലെവലിലേക്ക് കടക്കാൻ പോവുകയാണ്. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അവസാനത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 6. നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ടേബിളില് കുറെ തീപ്പെട്ടി കൂടുകൾ തന്നിട്ടുണ്ട് അല്ലെ? തീപ്പെട്ടി കൂടുകളല്ല, തീപ്പെട്ടികൾ തന്നിട്ടുണ്ട്. ഈ തീപ്പെട്ടികളുടെ പ്രത്യേകത വേ ഓഫ് ദി ക്രോസിന്റെ 14 സ്ഥലങ്ങളുടെ പിക്ചേഴ്സ് ഒട്ടിച്ച തീപ്പെട്ടികളാണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ചെയ്യേണ്ടത് മനസ്സിലായോ എന്താണെന്ന്? 1-ാം സ്ഥലം, 2-ാം സ്ഥലം, 3-ാം സ്ഥലം, 4-ാം സ്ഥലം, ഇങ്ങനെ വെച്ച് തീപ്പെട്ടികൾ വെച്ച് നിങ്ങളൊരു തീപ്പെട്ടി ടവർ ഉണ്ടാക്കണം. ബാബേൽ ഗോപുരമല്ല, എന്താണ്? തീപ്പെട്ടി ടവർ. റെഡിയാണോ? സോ ഇതിനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം 2 മിനിറ്റാണ്. നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? നിങ്ങൾക്ക് വേ ഓഫ് ദി ക്രോസ് ഓരോ സ്ഥലങ്ങളും ഒക്കെ അറിയാലോ അല്ലെ? ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഇങ്ങോട്ട് തിരിച്ചു വെക്കട്ടോ മക്കളെ. തിരിച്ചു വെക്കേണ്ടത് ഇങ്ങോട്ട് പൊസിഷൻ ചെയ്യണം. വിട്ടോ, കാരണം വിട്ടിട്ട് അതിന്റെ ബാലൻസ് ചെയ്യണത് മാത്രം നിങ്ങൾ വെച്ചാൽ മതി. പതുക്കെ ചെയ്താൽ മതി. ബാലൻസ് ചെയ്യണത് മാത്രം. ബാലൻസ് ചെയ്യാത്തൊരു പൊസിഷൻ വരുമ്പോൾ മാറ്റിക്കോ. പറ്റും, വിൻ ചെയ്യും നിങ്ങൾ. നിങ്ങൾക്ക് പറ്റും. യെസ്, യു ക്യാൻ.
ടെൻഷൻ അടിക്കണ്ട, മാക്സിമം ചെയ്യുക. എടുത്തു കൊടുക്കുക, ഇവാനിയ ഹെൽപ്പ് ചെയ്യുക, ആൾക്ക് എടുത്തു കൊടുക്കേണ്ട. അടുത്ത മേക്ക് എ ടീം വർക്ക്. 1 minute more ഉണ്ട് നിങ്ങൾക്ക്. 1 minute കൂടി ഉണ്ട്. പറ്റാവുന്നത് മാക്സിമം വെച്ചാൽ മാത്രം മതി. അത് മറ്റുള്ളവരെ നോക്കണ്ട, നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം. ഇന്ത്യ നിങ്ങൾ നോക്കുക, പറ്റാവുന്നത് മാത്രം, ഏറ്റവും നല്ല സ്ലോട്ടിൽ മാത്രം വെക്കുക. 50 seconds more. 50 seconds more. ഒരു ലെവലിൽ ബാലൻസ് ഉണ്ടെങ്കിൽ 30 ആകാൻ പോകുന്നു. 30 seconds more. 10 ആവുമ്പോഴേക്ക് അലേർട്ട് ആവുക. 20 seconds more. 7, 6, 2, 1. അത് നിങ്ങൾ വിൻ ചെയ്തിരുന്നതാണ്. ഓക്കെ, ഇതിലെന്താ സംഭവം? ആകെ വിൻ ചെയ്തിട്ടുള്ള ടവർ എനിക്ക് തോന്നുന്നത് ഒരു 30 seconds മുമ്പില് നിങ്ങളുടെ ടവർ റെഡി ആയത് അല്ലേ? ഒരെണ്ണം കൂടെ വെക്കാനായിട്ട് എപ്പോഴും ഒരു അല്ലേ? കുഴപ്പമില്ല, നോ പ്രോബ്ലം. പക്ഷേ ദ വിന്നർ ഷുഡ് ബി സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന ആൾക്ക് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒന്നാം സ്ഥലം ഏതാണ്? ഒന്നാം സ്ഥലം കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നു. രണ്ടാമത്തെ സ്ഥലം ഈശോ മിശിഹാ കുരിശു ചുമക്കുന്നു. ഓക്കെ. മൂന്നാം സ്ഥലം ഈശോ മിശിഹാ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ദെൻ നാലാമത്തെ സ്ഥലം ഈശോ വഴിയിൽ വെച്ച് മാതാവിനെ കാണുന്നു. ഓക്കെ. അഞ്ചാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഓക്കെ. ആറാം സ്ഥലം വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഏഴാം സ്ഥലം ഇല്ല, എന്നാലും പറഞ്ഞു. ഏഴാം സ്ഥലം എത്തപ്പോ അത് വീഴും. അല്ല, ഏഴാം സ്ഥലം രണ്ടാം പ്രാവശ്യം വീഴുന്നു. എട്ടാം സ്ഥലം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഒമ്പതാം സ്ഥലം മൂന്നാം പ്രാവശ്യം. പത്താം സ്ഥലം ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. 11ാം സ്ഥലം കുരിശിൽ തറയ്ക്കപ്പെടുന്നു. 12ാം സ്ഥലം മരിക്കുന്നു. 13ാം സ്ഥലം മാതാവിന്റെ മടിയിൽ കിടന്നു. കല്ലറയിൽ സംസ്കരിക്കുന്നു. അല്ലേ? നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇതൊരു അല്ലേ, ഇത് നേരത്തെ ഐഡിയാസ്. ഇത് ഗുരുത്വാകർഷണ ബലം അതും കൂടെ നോക്കണം നമുക്ക് അല്ലേ? നിങ്ങൾ കറക്റ്റായിട്ട് വെച്ചു. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ വെയിറ്റ് മാറിയാൽ ഒരു കൊള്ളിയുടെ ഇമാനുവൽ ടെൻഷൻ അടിക്കണ്ട, ഞാനതാ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു കൊള്ളിയുടെ വ്യത്യാസത്തില് അതിന്റെ കംപ്ലീറ്റ് ആ ബാലൻസ് പോകും. അതാണ് പറ്റിയത്. അപ്പൊ ഒരെണ്ണം അത് കറക്റ്റായിട്ട് അത് വെച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ വെറുതെ നിന്നാലും മതിയായിരുന്നു. അത് ഇനി വീഴാണ്ട് നോക്കിയാൽ മതിയായിരുന്നു. നോ പ്രോബ്ലം. സോ നമ്മുടെ ആറാമത്തെ ലെവൽ അവസാനിക്കുമ്പോൾ നമ്മൾ വിൻ ചെയ്തിരിക്കുന്ന ടീം ബി ആണ്. കൺഗ്രാറ്റുലേഷൻ. ടീം ബി ഹാപ്പിയാണോ? ജോയലെ ഒന്ന് ചിരിക്കടാ, ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ചിരിക്കും. ഓക്കെ, ഫൈൻ. അപ്പോൾ ടീം ബി, നിങ്ങൾ ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ എത്ര പോയിന്റ് ആണ് നേടിയിരിക്കുന്നത്? 150 പോയിന്റ്സ് ആണ് ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ ടീം ബി നേടുന്നത്. കൺഗ്രാറ്റുലേഷൻ. സൂപ്പർ. അപ്പോൾ നമ്മളുടെ ഗെയിം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ടീമുകൾക്കും വിന്നിംഗ് മെഡൽസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള അടുത്ത ലെവലിലേക്ക് കയറിയിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളാണ് അടുത്ത ലെവലിലേക്ക് കടക്കുക. അത് നിങ്ങളുടെ ടീമായിട്ട് നിങ്ങളുടെ ഇവിടെയുള്ള മാർക്കിനേക്കാൾ ഉപരി നിങ്ങളുടെ ടീം പെർഫോമൻസ്, നിങ്ങളുടെ ഒരു പ്രസൻസ് ഗെയിമില്, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ പുതുക്കാട് സെന്റ് ആന്റണി ചർച്ചിൽ നിന്നും വന്നിട്ടുള്ള ക്രെസന്റോ പോളും ജോയൽ ജോസും അടങ്ങിയിട്ടുള്ള ടീം ബി ആണ് 350 പോയിന്റ്സോടുകൂടെ വിൻ ചെയ്തിരിക്കുന്നത്, ടോപ്പായിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്.
തൊട്ടുപുറകെ തുറമങ്കുന്ന് ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് ചേർച്ചിൽ നിന്നും വന്നിട്ടുള്ള കെവിൻ ഷാജി ജോസും ഏഞ്ചൽ ചേർപ്പണത്തും അടങ്ങിയിട്ടുള്ള ടീം സി തൊട്ടുപുറകെയുണ്ട് 270 പോയിന്റ്സോടുകൂടി. കൺഗ്രാറ്റുലേഷൻസ്. ഫോർട്ട് കൊച്ചി സാന്റാ ക്രൂസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്നും വന്നിട്ടുള്ള എമ്മാനുവൽ ക്രിസ്റ്റിയും ഇവാനിയ ഫ്രാൻസിസും അടങ്ങിയിട്ടുള്ള ടീം എയും ഒപ്പം 130 പോയിന്റ്സോടൊപ്പമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണോ? എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആര്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. Congratulations once again, the winner, Team B. Okay, Joel. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച ഇതേ സമയം ഞങ്ങൾ പുതിയ ഗെയിമുകളും പുതിയ കളിക്കാരുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും. മാർപ്പാപ്പ കുർബാന അർപ്പിക്കുന്ന ചിത്രത്തിൽ എത്ര മെഴുകുതിരി കാലുകളാണ് ഉണ്ടായിരുന്നത്?